സൂര്യ എന്ന ആക്ടറുടേതായി ഒരുപാട് ഐക്കണിക് ഫിലിംസ് വന്നൊരു ടൈം പീരീഡ് ആയിരുന്നു 2008 മുതൽ 2011 വരെയുള്ള ടൈം. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു നോട്ട് സോ ഐക്കണിക് സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. പറഞ്ഞു വരുന്നത് 2009 പുറത്തിറങ്ങിയ ആദവൻ. ആ സമയത്ത് നമ്മൾ സൂര്യയെ ഇഷ്ടപ്പെട്ടിരുന്നത് വാരണമായിരം, അയൻ, ഏഴാം അറിവ്, സിംഗം മുതലായ സിനിമകളിലൂടെയായിരുന്നു. എന്നാൽ ആ സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രിപ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പഞ്ച് ഈ സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. മേ ബി ഇതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലൊന്ന്, ഇതൊരു ഫാമിലിക്ക് കൂടി വേണ്ടിയുള്ള സിനിമയാണ്, ഇതിൽ കോമഡിയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആ വീടിനകത്ത് നിന്ന് ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം കാണിക്കുന്ന ഒരുപാട് രംഗങ്ങൾ അൺനെസറിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, ക്ലൈമാക്സിലെ സ്റ്റണ്ട് പരിപാടികൾ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിരുന്നു. ഇതിനെ എല്ലാം ചേർത്ത് ഒറ്റ വാക്കിലാക്കിയാൽ അതേ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന തെലുങ്ക് സിനിമകളുടെ ഒരു ഫ്ലേവർ ആയിരുന്നു ഈ സൂര്യ ചിത്രത്തിന്. എനിവേസ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിനിമയിൽ ഒരു സ്റ്റാൻഡ് ഔട്ട് പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്തായി നമ്മൾ ഒരുപാട് AI പരിപാടികളും ഡിഏജിങ്ങും ഒക്കെ കാണുന്നുണ്ടെങ്കിലും 16 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു സംഗതി കാണിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ആദവൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് വാസ് ആക്ച്വലി എഫക്റ്റീവ് ആൻഡ് ഇംപ്രസീവ്. പക്ഷെ അന്ന് പലരും അതിനെ കളിയാക്കിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്ന ആവശ്യം എന്താണെന്ന രീതിയിൽ. എനിവേസ്, ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടാൻ ടൈം എടുക്കും. അപ്പോൾ ഈ സിനിമ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.